സഹോദരി സഹോദരന്മാരെ, നമ്മുടെ യോഗത്തിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ധാരണയുള്ളതുമാണ്. LDF സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ഈ പരിപാടി തുടക്കമിട്ടത്. ഇപ്പോൾ 4 വർഷം പൂർത്തിയായി കഴിഞ്ഞു. 13 ജില്ലകളിൽ ഈ പരിപാടി ഇന്നത്തോടുകൂടി നടക്കുകയാണ്. 12 നേരത്തെ നടന്നു. ഇടയ്ക്ക് നമ്മുടെ രാജ്യം നേരിട്ട ഗൗരവമായ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരിപാടി ഒന്ന് തൽക്കാലം മാറ്റിവെക്കേണ്ടി വന്നു. അപ്പോൾ മാറ്റിവെക്കേണ്ടി വന്നപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ആണ് മാറിയത്. കാരണം വേഗം തന്നെ സാധാരണ നില വന്നപ്പോൾ നേരത്തെ നിശ്ചയിച്ചതുപോലെ പരിപാടികൾ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ മലപ്പുറം ജില്ലയിലെ പരിപാടി മാറ്റേണ്ടി വന്നിരുന്നു. ആ പരിപാടി ഇന്നലെ രാവിലത്തെ പ്രഭാതയോഗം നടന്നു. വൈകുന്നേരത്തെ റാലിക്ക് ചെറിയൊരു തടസ്സം വന്നു. അവിടെ ഒരു ഗ്രൗണ്ടിൽ റാലി നടത്താനാണ് തീരുമാനിച്ചത്. പക്ഷേ കഴിഞ്ഞ 2 ദിവസം കനത്ത മഴയായിരുന്നു അവിടെ. അതാകെ വെള്ളവും ചെടിയുമായി കെട്ടിക്കിടക്കുന്ന അവസ്ഥ. അതുകൊണ്ട് ആ പരിപാടി മാറ്റേണ്ടതായി വന്നു. കാരണം ആ ഗ്രൗണ്ട് ഒഴികെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് പരിപാടി നടത്താൻ പറ്റുമായിരുന്നില്ല. ഈ പരിപാടിക്കുള്ള ഒരു പ്രത്യേകത കണ്ടത് 2 പരിപാടിയും, ഈ രാവിലത്തെ ഈ പരിപാടിയും വൈകുന്നേരത്തെ റാലിയും വലിയ പങ്കാളിത്തമാണ്. ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നു. ഈ പ്രഭാത യോഗത്തിൻ്റെ പ്രത്യേകത നാടിൻ്റെ എല്ലാ തുറകളിലും പെട്ടവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാവരും നാടിൻ്റെ ഭാവിയെക്കുറിച്ച് അവരവർക്കുള്ള സങ്കല്പത്തിലൂടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. ആ അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടതായാണ് സർക്കാർ കണക്കാക്കുന്നത്. ഭാവി പ്രവർത്തനത്തിന് വലിയ തോതിൽ സഹായകമാവുന്ന ഒന്നായി ഈ യോഗത്തിൽ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മാറുകയാണ്. അപ്പോൾ വലിയ തോതിലുള്ള പ്രതികരണം, നല്ല പൊതു സ്വീകാര്യത ഉയർന്നു വന്നിരിക്കുന്നു എന്നതാണ് ഈ പരിപാടിയിൽ കണ്ട കാര്യം. പരിപാടി തുടങ്ങുന്ന ഘട്ടത്തിൽ ചില തെറ്റായ പ്രവണതകൾ ചിലരുടെ ഭാഗത്തുണ്ടായിരുന്നു. അത് ചില പരിപാടികൾക്കൊക്കെ ഉണ്ടാകുന്നതാണ്. അതിൻ്റെ ഭാഗമായി ചിലയിടത്ത് കരിങ്കൊടി കാണിക്കൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷേ പിന്നീട് ആ പരിപാടി അവർ തന്നെ അവസാനിപ്പിക്കുന്ന നിലയുണ്ടായി. കാരണം ജനങ്ങൾ അത്ര കണ്ടാണ് ഈ പരിപാടിയുടെ ഭാഗമായി ഒഴുകിയെത്തുന്നത്.